ശിവദേവൻ ശിക്ഷണം നൽകിയ പ്രാവ് 14 വർഷത്തെ അധ്യയനം പൂർത്തിയാക്കി കോട്ടയ്ക്കകത്ത് തിരിച്ചെത്തി. അധികം താമസിയാതെ ഇവൻ നമ്മുടെ വാളിനിരയാകുമെന്നത് ഉറപ്പാണ്. പിതാവിനെന്റെ പ്രണാമങ്ങൾ. രുദ്രദേവ, താങ്കളെ അഭിനന്ദിക്കാനായി എത്തിയിരിക്കുന്ന അയൽ രാജ്യത്തെ രാജകുമാരന്മാരാണിത്. നിരവധിയിലെ യുവരാജൻ ചാലൂക്യ വീരഭദ്രൻ. യുവരാജൻ, അങ്ങയുടെ സാഹസങ്ങളെക്കുറിച്ച് നമ്മുടെ ഗോദാവരി തീരത്ത് പല കഥകളും കേട്ടു. നമുക്ക് നടത്തിയാലോ ഒരു പ്രകടനം? വർദ്ധമാനപുരം ബാലഗുരു ഗോനബുദ്ധ റെഡ്ഡിയുടെ പുത്രൻ ഗോന ഗന്ന റെഡ്ഡി. യുവരാജൻ വലിയ സാഹസികനല്ലേ? വാൾപ്പയറ്റിന് അംഗം കുറിച്ചാലോ? രണ്ടു വയസ്സ് ഇളയവനാണ്. എങ്കിലും യുദ്ധവിദ്യയിൽ വീരശൂര പരാക്രമി എന്ന് പേരെടുത്തിയാളാ ഗോനഗന്ന റെഡ്ഡി. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കിക്കളയാം. നിന്റെ പ്രകടനം കാണുമ്പോൾ എന്നും നീ ആയിരിക്കും നമ്മുടെ പ്രതിയോഗി എന്ന് തോന്നുകയാണ് ഗന്നാറെഡ്ഡി. ഗോനഗന്നാറെഡ്ഡി, എത്രയും പെട്ടെന്ന് വർദ്ധമാനപുരത്തെത്തണമെന്ന് താങ്കളുടെ ഇളയച്ഛൻ ലഘുമയ രാജൻ സന്ദേശം അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ പുറപ്പെട്ടാലും. പുറപ്പെടുന്നു യുവരാജൻ. വീണ്ടും യോദ്ധാക്കളുടെ പ്രകടന വേദിയിൽ കാണാം. ഗന്നാറെഡ്ഡിയുടെ അച്ഛൻ ഗോനബുദ്ധരാജൻ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. വർദ്ധമാനപുരം വല്ലാത്ത ആശങ്കയിലായിരിക്കുന്നു. വല്ലാത്ത കഷ്ടമായി പോയി. യോദ്ധാക്കൾ ഇതെല്ലാം നേരിടണം. താങ്കൾ എന്തിനാ അതോർത്ത് വിഷമിക്കുന്നത് യുവരാജൻ? സുന്ദരമായ ഈ ഒറ്റക്കൽ നഗരം ഒന്ന് വലം വെച്ച് വരികയാണെങ്കിൽ താങ്കളുടെ മനസ്സിനൊരു ഉന്മേഷവും ഉണ്ടാകും. വന്നാലും. അയ്യോ, കോട്ടയ്ക്ക് പുറത്തോ? നമുക്കതിനുള്ള അനുവാദം ഇല്ല. അനുവാദമോ? എന്തിന്? യുവരാജൻ, അങ്ങനെ അനുവാദം വാങ്ങി ചെയ്യുന്നതിൽ എന്ത് രസമാണുള്ളത്? എന്നാലും ശിവദേവാചാര്യൻ ഇതറിഞ്ഞാൽ? അറിയുന്നതിന് മുൻപ് തിരിച്ചു വരാം യുവരാജൻ. വരൂ. ഈ ജലപ്രവാഹം നമ്മെ പോലെ തന്നെ തുള്ളിച്ചാടുന്ന കണ്ടില്ലേ? കുട്ടിക്കാലം മുതൽ ഈ ചെടികൾക്കും കൊടികൾക്കും ഇടയിലാണ് നാം വളർന്നത്. എന്നാലെന്ന് നിങ്ങളോടൊപ്പം വന്ന് ഈ ആനന്ദം പങ്കിടുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. കൊള്ളാം യുവരാജൻ. ഇത് കാണാനാണോ ഇവിടേക്ക് ഓടി വന്നത്? ഈ ശില്പം താങ്കളെ വല്ലാതെ ആകർഷിച്ചെന്ന് തോന്നുന്നു. ഈ പണ്ഡിതന്മാരായ ശില്പികൾക്ക് എന്തെല്ലാം സങ്കല്പങ്ങളാണ്! ഭാവനകളും കലാനൈപുണ്യവും കൊണ്ട് സ്ത്രീകളെ അത്ഭുത സൃഷ്ടികളാക്കുന്നവരാണവർ. സ്ത്രീയോ? അല്ലെങ്കിൽ യുവതി. ആ മാറിടത്തിന്റെ ഭംഗി നോക്കൂ. രതിദേവി പോലും പരാജയപ്പെട്ടു പോകില്ലേ? ഈ അരക്കെട്ടാകട്ടെ, സാക്ഷാൽ മേനകയും ഇത് കണ്ടാൽ മയങ്ങിപ്പോകും. ഉർവശിയുടെ അധരവും രംഭയുടെ നയനവും എല്ലാം ഒത്തുചേർന്നതാണ് ഈ ശില്പം. ഇത്രയും സൗന്ദര്യം തികഞ്ഞ സ്ത്രീ ഭൂമിയിൽ എവിടെയും ഉണ്ടാകില്ല. സ്ത്രീയോ? സംശയം എന്താ? ഈ അങ്കലാവണ്യവും മുഖസൗന്ദര്യവും സ്ത്രീകൾക്കല്ലാതെ പുരുഷന്മാർക്കുണ്ടാവുമോ? എല്ലാവരും വരൂ, സ്നാനത്തിന് സമയമായി. എല്ലാരും ഒരുമിച്ച് എങ്ങനെയാ? സ്ത്രീകൾക്ക് ഒരുമിച്ച് നിന്ന് സ്നാനം ചെയ്യാമെങ്കിൽ ബാലകരായ നമുക്കൊരുമിച്ച് നിന്ന് സ്നാനം ചെയ്താൽ എന്താ? വരൂ വരൂ, വേഗമാകട്ടെ. വരൂ യുവരാജൻ.
ഞാനും അമ്മയും കാഴ്ചയിൽ ഒരുപോലല്ലേ? എന്നിട്ട് എന്റെ വേഷം അമ്മയെ പോലല്ലോ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അമ്മേ, ജനിച്ചത് പെൺകുട്ടിയായിരുന്നിട്ടും അത് ആൺകുട്ടിയാണെന്ന് പറയേണ്ട നിർബന്ധത്തിലായിരുന്നു. വളർന്നു വരുന്ന ശത്രുക്കളുടെ ആക്രമണങ്ങൾ കരുതി വരുത്താൻ ഏറെ പാടുപെടണം. ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും സമ്പന്നതയും നിലനിർത്താൻ ധീരതയും സാഹസികതയും നിറഞ്ഞ ഒരു മഹാസാമ്രാജ്യം അനിവാര്യമാണ്. ക്ഷത്രിയർ, ഇക്ഷ്വാക്കൾ, വൈഷ്ണവർ, യാദവർ പോലുള്ളവരാൽ വാർത്തെടുക്കപ്പെട്ട സാമ്രാജ്യമാണ് നമ്മുടെ ഈ കാകതീയം എന്ന മഹാസാമ്രാജ്യം. 4 അതിർത്തിയിലുമുള്ള ദേവഗിരി സേവകർ, പാണ്ഡ്യർ, വംഗദേശക്കാർ, ഹൊയ്സാലർ, കൂടാതെ സ്വാർത്ഥത മാത്രം സ്വായത്തമാക്കിയിട്ടുള്ള സ്വന്തം ബന്ധുക്കൾ, ഇവരെല്ലാം തന്നെ അധികാരത്തിനായി ആർത്തിയോടെ കാത്തിരിക്കുന്ന ചെന്നായ്ക്കളാണ്. അവരെ ചെറുത്തു നിൽക്കാൻ പടബലവും പ്രജാബലവും നമുക്ക് ആവശ്യമാണ്. ജനിച്ചത് പുത്രനല്ല പുത്രിയാണെന്ന് ശത്രുപക്ഷത്തുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ കാകതീയ സാമ്രാജ്യം എന്നേ മണ്ണടിഞ്ഞു പോയേനെ. രാജകുടുംബത്തിന് കൊലക്കയറും പ്രജകൾക്ക് കാരാഗ്രഹവും സമ്മാനിച്ച് ശത്രുക്കൾ നമ്മുടെ രാജ്യത്തെ നിഷ്പ്രഭമാക്കി കളഞ്ഞേനെ. അതൊഴിവാക്കാൻ, പ്രജകൾക്ക് ആത്മധൈര്യം പകരാൻ നിന്റെ ജനനം ഒരു സമസ്യയാക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. ചക്രവർത്തിയുടെ പിതൃവ്യപുത്രരായ ഹരിഹര മുരാരികളുടെ ജാമാതാവായ നാഗദേവൻ മദഗജത്തെ തളയ്ക്കാൻ കളത്തിലേക്ക് ഇറങ്ങുന്നു. മതയാനെ തളയ്ക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. നമ്മുടെ ഏകശിലാ നഗരത്തിൽ ഈ മദഗജത്തെ തളയ്ക്കാൻ ഒരു യോദ്ധാവുമില്ലേ? ഇല്ലെന്നാര് പറഞ്ഞു പ്രസാദാദിത്യ? ഉണ്ടല്ലോ. യുവരാജൻ രുദ്രദേവനുണ്ടെന്ന കാര്യം നിങ്ങൾ മറന്നെങ്കിലും ഞങ്ങൾ മറന്നിട്ടില്ല. വീരനാണെന്നും ശൂരനാണെന്നും ജഗതല പ്രതാപനാണെന്നും ഒക്കെ കഥകൾ പറഞ്ഞു കേട്ടതല്ലാതെ കാകതീയ ശൗര്യം നേരിട്ട് ദർശിച്ചിട്ടില്ല. സഹോദരങ്ങളായ ഞങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തെ പ്രജകൾക്ക് പോലും യുവരാജനായ രുദ്രദേവനെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യോത്സവത്തിനെങ്കിലും ഞങ്ങൾക്ക് യുവരാജനെ കാണാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ സാഹസികത കണ്ട് പ്രശംസിക്കാൻ അവസരമുണ്ടാകുമോ? പ്രഭു, പ്രജകളുടെ ആവശ്യം പൂർത്തീകരിക്കുന്നതാണ് രാജധർമ്മം. പ്രസാദാദിത്യ, രുദ്രദേവനെ വിളിച്ചോളൂ. ഈ മതയാനയുടെ പിടിയിൽ യുവരാജന്റെ ആയുസ് തീരുവോ എന്തോ. ശത്രുക്കളുടെ അന്തകൻ, പൃഥ്വി മണ്ഡല രക്ഷകൻ രുദ്രദേവ യുവരാജന് സ്വാഗതം.
മഹാമന്ത്രി, രുദ്രദേവനെ കാണുമ്പോൾ നമുക്ക് സിംഹരാജനെ ഓർമ്മ വരികയാണ്. രാജഗജകേസരി രുദ്രദേവ യുവരാജൻ! വിജയിക്കട്ടെ. മന്മഥന് രൂപമില്ലെന്ന് ആരാ പറഞ്ഞത് കനകാമ്പ? അങ്ങോട്ട് നോക്കൂ. ശൗര്യവും സൗന്ദര്യവും ഒട്ടും കുറയാത്ത നിന്റെ സഹോദരൻ രുദ്രദേവനെ എന്നെ പോലെയുള്ള കന്യകമാരുടെ വലയിൽ വീഴാതിരിക്കാനാണോ ഇത്രയും നാളും പുറത്തേക്ക് വരാതിരുന്നത്? കോമളാമ്പ കുമാരിക്ക് ആശ്ചര്യം അടക്കാൻ കഴിയുന്നില്ലല്ലേ? എന്റെ സഹോദരനാണ്. ഞാൻ പോലും ജ്യേഷ്ഠനെ വിശേഷങ്ങൾക്കും ആഘോഷങ്ങൾക്കുമാണ് കാണുന്നത്. ഈ അംഗരക്ഷകരൊക്കെ എവിടേക്കാ പോയത്? അനുസരണ തീരെ ഇല്ലാത്ത പെൺകുട്ടികളാ. ആണുങ്ങളോട് ഇങ്ങനെയൊക്കെയാണോ? അവരെങ്ങനെ പെരുമാറുന്നതിലുള്ള ദേഷ്യമാണോ, നിനക്കതിന് കഴിയാത്തതിലുള്ള സങ്കടമാണോ? കണ്ടില്ലേ മഹാമന്ത്രി, യുവരാജനോടിപ്പോ പെൺകുട്ടികൾക്ക് എത്ര മമതയാണെന്ന്. ഉടൻ തന്നെ മംഗല്യം നടത്തണം. അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ പ്രേമിച്ച ഗോപികമാരെ പോലെ എത്ര പെൺകുട്ടികൾ പ്രണയിക്കുമോ എന്തോ, എത്ര അന്തഃപുരങ്ങൾ പണിതുയർത്തേണ്ടി വരുമോ. രാജഗജകേസരി രുദ്രദേവ യുവരാജൻ വിജയിക്കട്ടെ. രുദ്രദേവൻ എവിടെയുണ്ടെന്നോ എങ്ങനെയുണ്ടെന്നോ അറിയാൻ കഴിയാത്തത് ഒരു വശത്ത്, എൻ്റെ മുത്തശ്ശൻ്റെ മരണവും ജ്യേഷ്ഠൻ കൃഷ്ണഭൂപതിയുടെ രാജ്യാഭിഷേകവും മറുവശത്ത്. അതുകൊണ്ടാണ് ഇത്രയും കാലതാമസം നേരിട്ടത്. ഇനി ക്ഷമിക്കാൻ കഴിയില്ല. ആദ്യം ശത്രുവിനെ ബുദ്ധിബലം കൊണ്ട് അശക്തനാക്കണം. ഈ ദേവഗിരി നഗരത്തിൽ നിന്ന് ഉദ്ഭവിച്ച് കടലിൽ ചെന്ന് പതിക്കുന്ന കൃഷ്ണ, ഗോദാവരി, മഞ്ചീര നദികളാണ് നമ്മുടെ പുതിയ ആയുധങ്ങൾ. കാകതീയ സാമ്രാജ്യത്തിന്റെ ജീവാധാരമായ ആ നദീപ്രവാഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കൂ. അണക്കെട്ടുകൾ ഉടൻ തന്നെ അടയ്ക്കൂ. എതിർക്കാൻ വരുന്നവർ ആരായാലും അവരെ ആ ജലദേവതയ്ക്ക് ബലിയർപ്പിക്കൂ. ജലം കിട്ടാതെ വരുമ്പോൾ എന്റെ കാൽക്കൽ ശരണം പ്രാപിക്കാതെ നിവൃത്തിയുണ്ടാവില്ല കാകതീയർക്ക്. ഇനി കണ്ടോളൂ, കാൽവിരൽ പോലും ചലിപ്പിക്കാതെ ഈ മഹാദേവൻ കാകതീയ സാമ്രാജ്യത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന പ്രശ്നമാണ് ആദ്യം പരിഹരിക്കേണ്ടത്. അത് കഴിഞ്ഞു മതി ശത്രുവിന്. ഇത് രുദ്രദേവന്റെ പുതിയ പരിഷ്കാരമാണോ? അല്ല, മഹാദേവന്റെ കുടില തന്ത്രത്തിനുള്ള മറുപടിയാണിത്. ദുരിതമനുഭവിക്കുന്ന പ്രജകളുടെ പ്രശ്നം പരിഹരിക്കാതെ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നത് ഉചിതമല്ല. പ്രജകളെ പ്രശ്നങ്ങളെല്ലാം അറിയിക്കണം. ഓഹോ, എന്ന് വച്ചാൽ പ്രജകളെയെല്ലാം വിളിച്ച് ആൽമര ചുവട്ടിലിരുന്ന് പെരുമ്പറ മുഴക്കി പറയണമെന്നാണോ? വളരെ ശരിയാണ് അംബരാജൻ. നാടുകൾ തോറും ചുറ്റി നടന്ന് പൊതുജനങ്ങളുമായി സംസാരിക്കാം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം യുദ്ധം. അവിടെ ഒരു തുള്ളി വെള്ളമില്ലാതെ ഭൂമി വരണ്ടു കിടക്കുക. കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാതെ ഞങ്ങൾ വിശന്നു വരയുകയാ. പട്ടിണി കിടക്കുന്നതിനേക്കാൾ നല്ലത് യുദ്ധം ചെയ്ത് മരിക്കുന്നതാ. മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. പിന്നെ അങ്ങെന്തിനു മടിക്കുന്നു യുവരാജൻ? യുദ്ധത്തിന് തയ്യാറാ. അത് ജീവൻ ബലി കൊടുക്കാനല്ല, നമ്മുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കാനാണ്. ആ ദേവഗിരി മഹാദേവൻ നമ്മുടെ രാജ്യം വരൾച്ച മൂലം നശിക്കാൻ വേണ്ടിയാണ് നദീപ്രവാഹങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നദിയിലെ ജലത്തെയല്ലേ തടയാൻ കഴിയൂ? ആകാശത്തിലെ മഴയെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? മഴ പൊഴിയില്ലേ, വിത്ത് മുളക്കില്ലേ, ഭൂമി ദേവി അനുഗ്രഹിക്കില്ലേ? ആകാശത്തിലെ മഴ തന്നെ ധാരാളം. ആ ജലം സംഭരണികളിൽ സൂക്ഷിച്ചു വെക്കണം.
അതിനനുസൃതമായി കാകതീയ വംശാചാര പ്രകാരം ഗണപതി ദേവ ചക്രവർത്തിയുടെ നാമത്തിൽ ഗണപസമുദ്രം, ചക്രവർത്തിയുടെ മാതാവിന്റെ നാമത്തിൽ വയ്യാമ്പ സമുദ്രം, സഹോദരിയുടെ നാമത്തിൽ കുംഭസമുദ്രം, യുവരാജാവിന്റെ നാമത്തിൽ രുദ്രസമുദ്രം തുടങ്ങി സംഭരണികളുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാകാൻ ഇനി എത്ര കാലം എടുക്കുമെന്ന് അറിയില്ല. ഉടനെ എങ്ങാനും ദാഹജലം കിട്ടുമോ? തീർച്ചയായും. മുഷികുന്ദ നദിയിൽ നിന്നും തിരിച്ചുവിട്ട ചാലിലൂടെയും ആലേരിൽ നിന്നും തിരിച്ചുവിട്ട ആലേരി ചാലിലൂടെയും കൃഷിക്കാവശ്യമായ ജലം അണക്കെട്ടിന്റെ അധികാരികൾ മുഖേന എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ആരും കരമടക്കേണ്ടതില്ല. നമ്മുടെ രാജ്യം സമൃദ്ധമാകുന്നതുവരെ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമല്ല. അത് കഴിഞ്ഞാൽ അമാന്തിക്കുന്നതും ഉചിതമല്ല. അതുവരെ നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ? സംഭരണിയല്ല, നിന്റെയൊക്കെ സമാധിയാണ് നിർമ്മിക്കേണ്ടത്. തണ്ണി മട്ടില്ല இந்த பூமியில புல்பூண்டு கொண்ட அழிச்சு வரையங்க தேவகிரி மகாദേവൻ. വിജയിക്കട്ടെ മഹാദേവരാജൻ. മഹാദേവന്റെ ആൾക്കാർ നമ്മുടെ ഇടയിലോ? ജലം തടസ്സപ്പെടുത്തുമല്ലേ? നിങ്ങളുടെ ദേവഗിരി സൈന്യത്തിന്റെ രക്തം കൊണ്ട് തന്നെ ഞങ്ങളുടെ കാകതീയത്തിന്റെ വരൾച്ച അകറ്റുന്നതാണ്. 1000 മഹാദേവരാജന്മാർ വന്നാലും അവരെയെല്ലാം നേരിടാൻ ഞങ്ങളുടെ രുദ്രദേവ യുവരാജൻ ഒരാൾ മതി. കാകതീയ സംരക്ഷകൻ രുദ്രദേവ യുവരാജൻ വിജയിക്കട്ടെ! കാകതീയ സംരക്ഷകൻ രുദ്രദേവ യുവരാജൻ വിജയിക്കട്ടെ! സഭാഷ് രുദ്രദേവ, നിന്നെ പോലുള്ള യോദ്ധാവിന് ഒരു യുദ്ധമൊന്നും മതിയാകില്ല. ഒരു ചുവടിന് ഒരു യുദ്ധം. ആ നയമാണ് നിന്നോട് വേണ്ടത്. അപ്പോഴല്ലേ നമുക്കിടയിലെ ശത്രുത രസമുള്ളതാകൂ. ഇന്നലെ ദേവഗിരി സൈന്യം രാജ്യത്തിനകത്ത് കടന്നെങ്കിൽ നാളെ ആ മഹാദേവൻ കോട്ടയ്ക്കകത്ത് കടക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? സംരക്ഷണമില്ലാത്ത ഈ ഒറ്റക്കൽ നഗരത്തെ സാക്ഷാൽ ദൈവത്തിന് പോലും രക്ഷിക്കാനാകില്ല. അതെ, സംരക്ഷണമില്ലാത്ത ഈ നഗരത്തെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. എന്റെ പിതാവ് ഗണപതി ദേവ ചക്രവർത്തി തിരുമനസ് കാകതീയ സാമ്രാജ്യത്തിന്റെ സംരക്ഷണത്തിനും സമൃദ്ധിക്കും വേണ്ടി വാർത്തെടുത്ത മനോഹര സ്വപ്നമാണ് ഈ 7 കോട്ട ചുമർ നിർമ്മാണം. പൂർത്തീകരിക്കാനാവാതെ മുടങ്ങിപ്പോയ കോട്ടയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതാണ്. പിതാവിനേക്കാൾ മികച്ച പുത്രനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. യോദ്ധാവിന് കവചവും രാജ്യത്തിന് കോട്ടയുമാണ് സുരക്ഷ. ചരിത്രത്തിൽ കുറിക്കപ്പെടേണ്ട ദൗത്യമാണിത്. ചരിത്രത്തിൽ കുറിക്കപ്പെടാനുള്ളതല്ല, ചക്രവർത്തിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുന്ന കോട്ടച്ചുവരുകളാണവ. ഈ ഇളം പ്രായത്തിൽ യുവരാജന് ആവേശവും അധികമാണ്, സാമർഥ്യവും അധികമാണ്. എന്നാൽ ഇത് പ്രാവർത്തികം തന്നെയാണോ യുവരാജൻ? ശരീരത്തിന് കരുത്തും മനസ്സിന് ധൈര്യവും ഉണ്ടെങ്കിൽ നടക്കാത്തതായി ഒന്നുമില്ല. കരിങ്കൽ കോട്ട, ഇരുമ്പ് കോട്ട, ചെമ്മൺ കോട്ട, ചെങ്കൽ കോട്ട, മുൾക്കോട്ട, ചുണ്ണാമ്പ് കോട്ട, ചൂരൽ കോട്ടകളാൽ നിർമ്മിക്കാൻ പോകുന്ന ഈ 7 കോട്ടയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ടതാണ്. ആജ്ഞ പോലെ.
7 കോട്ടച്ചുമരുകൾ നിർമ്മിക്കാനുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹോത്സവത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, കാകതീയരുടെ അഭിമാനത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ഈ വിജയസ്തംഭത്തിന്റെ മുകളിൽ കയറുന്ന യോദ്ധാവിന് കാകതീയ വിജയധ്വജ വിക്രമ വിജയ പുരസ്കാരം നൽകുന്നതാണ്. അടുത്തത്, വർദ്ധമാനപുരം ബാലഗുരു രഘുരാമവർമ്മയുടെ പുത്രൻ ഗോനവരദ റെഡ്ഡിയും ആദവോനി ഏലിയ കോദണ്ഡവർമ്മയുടെ പുത്രി അനാമികാദേവിയും ചക്രവർത്തിയുടെ സമക്ഷത്തിൽ ഇന്ന് വിവാഹിതരാകും. വളരെ നല്ല കാര്യം തന്നെ. 2 ശക്തികൾ കൂടിച്ചേർന്നൊരു മഹാശക്തിയാകട്ടെ. ഈ വിവാഹത്തിന് ലഭിക്കുന്ന പാരിതോഷികങ്ങൾ ഇവിടുത്തെ മഹോത്സവത്തിന് സമർപ്പിക്കുന്നതാണ്. കൊള്ളാം ലഘുമയരാജൻ. സ്വന്തം ഖജനാവിൽ നിന്ന് ഒരു പണം പോലും എടുക്കാതെ പ്രജകളുടെ പണത്തിൽ ആഘോഷം. കൈ നനയാതെ മീൻ പിടിക്കുക. ആദ്യം മത്സരം പൂർത്തിയാകട്ടെ. എനിക്ക് പറയാനുള്ളതും അതാണ്. ആദ്യം മത്സരം, പിന്നീട് മംഗല്യം. മംഗല്യം കഴിഞ്ഞാൽ ഉടൻ ഇത് നമുക്കും മുക്കുപണ്ടങ്ങൾ രാജാവിനും. മകനെ വരദ, ആ ബിരുദം എപ്പോഴായാലും നിനക്ക് തന്നെ. ആദ്യം ഈ മംഗല്യം നടത്താം. എപ്പോഴായാലും നിന്നെ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കും. ഈ കാകതീയ സാമ്രാജ്യത്തിലെങ്ങും ഈ സ്തംഭത്തിൽ കയറാൻ കഴിവുള്ള ഒരു യോദ്ധാവും ഇല്ലേ? അത്ഭുതം യോദ്ധാവേ, നിന്റെ സാഹസം അസാധ്യമായതാണ്. ആരാണ് നീ? നിന്റെ ഗോത്രനാമവും ദേശനാമവും വെളിപ്പെടുത്തി നമ്മുടെ രാജബിരുദം സ്വീകരിച്ചാലും. മറുപടി പറയാതിരിക്കുന്നത് രാജനിഷേധമാണ്. ജേതാവായതുകൊണ്ട് ഒരവസരം കൂടി നൽകുന്നു. പറയൂ, നീ ആരാണ്?
എന്നും നീ ആയിരിക്കും നമ്മുടെ പ്രതിയോഗി എന്ന് തോന്നുകയാണ് ഗന്നാറെഡ്ഡി. ഗോന ഗന്നാറെഡ്ഡി. അവന്റെ പിതാവ് എന്റെ ജ്യേഷ്ഠൻ ഗോനപുത്രാജനെ പോലെ ഈ ഗോനഗന്നാറെഡ്ഡി കാകതീയത്തെ അനുകൂലിക്കുമെന്ന് കരുതി. എന്നാൽ അവൻ എതിർക്കാനാണ് വന്നിരിക്കുന്നത് രാജൻ. ഇപ്പോൾ സാമന്ത രാജാക്കന്മാരുടെ ഖജനാവ് കൊള്ളയടിക്കുകയും അവരെ വധിക്കുകയും ചെയ്യുന്നു. അതെ, ഗോനഗന്നാറെഡ്ഡി. എന്നെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടേ ഉണ്ടാകൂ. കാരണം എന്നെ നേരിൽ കണ്ടിട്ടുള്ളവരിൽ കുറച്ചുപേരെ ഇന്ന് ജീവനോടെ ഉള്ളൂ. കാകതീയ വിജയധ്വജ വിക്രമ ജേതാവ്. ഏയ്, മിണ്ടാതിരിയടാ. ഈ സ്തംഭത്തിൽ കയറുക, മുറിവുണ്ടാക്കുക, മണ്ണിൽ കിടന്നുരുളുക, ഇതൊക്കെ എന്ത് മത്സരമാടാ? ഇതിപ്പോ പണ്ടാരണ്ടോ പറഞ്ഞ പോലെ ആയല്ലോ. കാട്ടിൽ പുലിയുടെ പാല് കറക്കുന്നവനോട് പശുവും പാല് കറന്നുകൊണ്ടിരാൻ പറയുന്ന ഒരു മത്സരമാണോ? വളച്ചു കെട്ടാതെ പറയൂ, എന്തിനാണ് വന്നത്? പറയാം. ചെറിയച്ഛൻ പുറകിൽ നിന്ന് ചതിച്ച് കൊന്നതാണ് എൻ്റെ അച്ഛനെ. അത് വിട്ടു ഞാൻ. അച്ഛനെ പോലെ കരുതിയ മഹാരാജനും അത് കണ്ടില്ലെന്ന് നടിച്ചു. അതും ഞാൻ കാര്യമാക്കിയില്ല. ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തി എന്നെ ഒരു കൊള്ളക്കാരനായി നിങ്ങൾ മുദ്ര കുത്തി. അതും ഞാൻ സാരമില്ലെന്ന് വെക്കാം. അനീതി എന്നോടാണെങ്കിൽ ഞാനത് പൊറുക്കും. പക്ഷെ മറ്റുള്ളവരോട് അനീതി ചെയ്താൽ ഞാനത് കണ്ടു നിൽക്കില്ല. മഹാരാജന്റെ സമക്ഷത്തിൽ ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ലാതെ രാജകീയ വിവാഹം, അത് ശരിയാണോ? എന്താടാ വരദ, എന്റെ സഹോദര? അല്ല, കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ നിനക്കെന്തിനാടാ ഇങ്ങനൊരു വിവാഹം? വെറുതെ ആ സ്തംഭത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യാനോ? പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ. ഇങ്ങനെ എല്ലാം പാതിക്ക് വെച്ച് നിർത്തിയാലേ പിന്നെ നിനക്കൊരു പല്ലിക്ക് പോലും ജന്മം കൊടുക്കാൻ കഴിയില്ല. അർദ്ധവീര. അർദ്ധവീരനാണെങ്കിലും വീരൻ തന്നെയല്ലേ? എന്റെ മരുമകൻ പകുതി ജയിച്ചു, എനിക്കത് മതി. ദാമ്പത്യം പോലും പകുതിയായിരിക്കും, അത് മതിയോ? യുവരാജൻ, ഗോന ഗന്നാറെഡ്ഡിക്ക് എന്റെ മകൾ അനാമികയിൽ ഒരു നോട്ടമുണ്ട്. അതുകൊണ്ട് മുടക്കാൻ വന്നിരിക്കുക. അനാമികയിൽ മാത്രമല്ല, കാകതീയ സിംഹാസനത്തിലും അവന് നോട്ടമുണ്ട്. മതിയാക്കുന്നുണ്ടോ? ഹരിഹര ദേവരാജ. രാജാവാകേണ്ടത് രാജസന്തതികളല്ല, വീരന്മാര്. പണ്ടുള്ളവര് പറഞ്ഞിട്ടില്ലേ, രാജ്യം വീരഭോജ്യം. ഗന്നാറെഡ്ഡി. ഗോനഗന്നാറെഡ്ഡി. അതെ അതെ, കൊള്ളത്തലവൻ ഗന്നാറെഡ്ഡി. രാജധികാരം ക്ഷമിക്കാൻ കഴിയില്ല. അത് കൊള്ളാമല്ലോ. രാജ്യം ഭരിക്കുന്നവർ ചിലതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാ. കോട്ടയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ഓരോ മതഗജത്തിന്റെയും മലർച്ച കേൾക്കണം. ഇവിടെ ഓരോ സാമന്ത രാജാക്കന്മാരും മതഗജങ്ങളാ. ജനങ്ങളെ ചവിട്ടി അരക്കിയാണവര്. ആ കൊള്ളക്കാരെ നീ വിട്ടാലും ഞാൻ വിടില്ല. ഇത്രയ്ക്ക് ധിക്കാരമോ? ക്ഷമിച്ചാലും ഉള്ളു മുഴുവൻ ധിക്കാരോ. സംസാരിച്ച് ആളെ കളിയാക്കുന്നു. ജീവിതമേ ഒരു കളിയല്ലേ യുവരാജൻ? പ്രസംഗിച്ചത് മതി. പ്രസാദാദിത്യ, സൈനികരെ, അയാളെ ബന്ധിക്കൂ. മിടുക്കന്മാരെ, തെറ്റാലി കാണിച്ചെന്നെ അങ്ങ് മയക്കി കളഞ്ഞല്ലോ. അമ്മമ്മോ, പിള്ളേരാണെന്ന് നോക്കണ്ട, വിരട്ടി ഓടിക്കോ അവരെ. അമ്മമ്മോ, നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചു ഞാൻ. മക്കളെ, നിങ്ങളുടെ ചേട്ടനാ പറയുന്നത്, തിരിച്ചു വയ്ക്കോ. ഗോനഗന്നാറെഡ്ഡി, നീ പറഞ്ഞതുപോലെ ഈ രാജകീയ വിവാഹത്തിൽ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ഈ വരദാറെഡ്ഡി ഒരു പൂർണ്ണ യോദ്ധാവല്ല എന്ന് കരുതി എന്നെ വെറുതെ വിടുകയുമില്ല. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വരദാറെഡ്ഡിയെ പരാജയപ്പെടുത്തു. എങ്കിൽ ഞാൻ തന്നെ നിന്റെ കൂടെ വരാം. യുവരാജൻ, നമ്മുടെ മംഗല്യവും ഇവന്റെ മരണവും രണ്ടും ഇന്ന് തന്നെ നടന്നിരിക്കും. ഇവന്റെ പ്രാണനെടുക്കാൻ നാം കുറെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. അനാമിക, തയ്യാറായിക്കോളൂ.
ഇത്രയും പേരുണ്ടായിരുന്നിട്ടും ഗോനഗന്ന റെഡ്ഡിയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവനെ എതിർക്കാൻ ആർക്കും ധൈര്യവുമില്ല. എന്റെ മകനെ ഇനി ആരാ രക്ഷിക്കുക? ആ ഗോനഗന്ന റെഡ്ഡിയെ എതിർക്കാൻ സാമർഥ്യമുള്ള ഒരാളെയുള്ളൂ, നമ്മുടെ മിത്രം ചാലുക്യ വീരഭദ്രേ. മിത്രമേ, ധ്യാനമോ അതോ മനോരാജ്യമോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഗോനഗന്ന റെഡ്ഡിയെ ബന്ധിയാക്കാൻ കഴിയാത്തതിലുള്ള വിഷമമാണോ? ശത്രുവിനെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിലും അവർ നമ്മളെ കണ്ടെത്തിക്കോളും. പക്ഷെ പ്രണയിനി അങ്ങനെയല്ല. മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷയാൽ എവിടെ തിരിഞ്ഞാലാണ് കണ്ടെത്തുക? പ്രണയിനിയോ? മനസ്സിലായില്ല. രാത്രി കൗമുദി ഉത്സവത്തിന് ഒരു മിന്നലായി പ്രത്യക്ഷപ്പെട്ടു. കൊടുങ്കാറ്റായി എന്റെ ഹൃദയത്തെ തുളച്ചു. വിശ്വാസം വരുന്നില്ല അല്ലേ? രാത്രി നിന്നെയും കൂടെ കൂട്ടേണ്ടതായിരുന്നു. കണ്ടിരുന്നെങ്കിൽ നീയും എന്നെ പോലെ അനിരക്തനായേനെ. പിന്നെ നമ്മൾ തമ്മിൽ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ടി വരുമായിരുന്നു. ബാല്യമിത്രങ്ങൾ ശത്രുക്കളായി മാറിയേനെ. അങ്ങനെയെങ്കിൽ എനിക്കൊന്ന് കാണണം. അത് വേണ്ട, അവള് നിന്റെ ജ്യേഷ്ഠത്തെ ആകേണ്ടവള്. ഇനി മംഗല ദിവസം കാണാം. വിവാഹം അവിടെ നിൽക്കട്ടെ. ഒരു പെൺകുട്ടിയെ കണ്ട മാത്രയിൽ തന്നെ ഗോനഗന്ന റെഡ്ഡിയുടെ കാര്യം വിസ്മരിച്ചു നീ. ഗോനഗന്ന റെഡ്ഡി അവൻ ആകാശത്തിൽ ഗരുഡനാണ്, ജലാശയത്തിൽ മുതലയും. വളരെ എളുപ്പമല്ലെങ്കിലും അവനെ ഞാൻ ബന്ധിച്ചിരിക്കും. ആകട്ടെ, ഗന്ന റെഡ്ഡി പിടിക്കപ്പെടുന്നത് വരെ നീ ഏകശിലാ നഗരം വിട്ട് പുറത്തു പോകരുത്. പോകാൻ പറഞ്ഞാലും പോകില്ല, നാട് കടത്തിയാലും പോകില്ല. ഗോനഗന്ന റെഡ്ഡിയെ മാത്രമല്ല, ആ ഭൂലോക സുന്ദരിയെ കണ്ടെത്തുന്നത് വരെ ഞാൻ പോകില്ല. 7 കോട്ട ചുമരുകൾ പൂർത്തിയാക്കാനായി ഗണപതി ദേവന് 7 ജന്മങ്ങൾ വേണ്ടിവരുമെന്ന് കരുതി 7 മാസങ്ങൾ കൊണ്ട് 2 ചുമരുകൾ പൂർത്തിയാക്കി 3ാമത്തത് ആരംഭിക്കുകയും ചെയ്തു. പ്രഭു, കോട്ട ചുമരുകൾ പടുത്തുയർത്താൻ എവിടെയൊക്കെ പാറകൾ പൊട്ടിക്കുന്നുവോ അവിടെയൊക്കെ നിധികുംഭങ്ങൾ കണ്ടെത്തുകയാണ്. അതെ പ്രഭു. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന നിധിയിൽ പണിതീരാതെ നിൽക്കുന്ന 7 കോട്ട ചുവരുകളും പൂർത്തിയാക്കും. സപ്തമാതൃകാ സ്വരൂപമായി ഈ ദേശത്തെ കാത്തു രക്ഷിക്കും ആ പെൺകുട്ടി. നിധികുംഭം ലഭിക്കുമെന്ന പ്രവചനം സത്യമായെങ്കിൽ ഗണപതി ദേവന് പെൺസന്തതി ജനിക്കുമെന്ന് പറഞ്ഞത് സത്യമാകണ്ടേ? ആ സുന്ദരിയുടെ കയ്യിൽ നാഗദേവൻ കണ്ട രാജമുദ്രയുടെ രഹസ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ രുദ്രദേവൻ ആരാണ്? എന്തുകൊണ്ടാണ് അയാൾ വിവാഹം കഴിക്കാത്തത്? യുവരാജന് വിവാഹമോ? അതെന്താ? രുദ്രദേവൻ ഭീഷ്മരെ പോലെ വിവാഹം കഴിക്കില്ലെന്ന് ശപഥമെടുത്തിട്ടുണ്ടോ? അതോ ശിഖണ്ഡിയെ പോലെ ആണത്തമില്ലാത്തവനോ? ഇതെന്റെ ചോദ്യമല്ല, പ്രജകളുടെ സംശയമാണ്. അവരുടെ വായടപ്പിക്കാനായി ഇതിനേക്കാൾ നല്ലൊരു അവസരം വേറെ കിട്ടില്ലെന്നാണ് എന്റെ ജ്യേഷ്ഠന്റെ അഭിപ്രായം. ബന്ധുക്കളാണെന്ന് തെളിയിച്ചിരിക്കുന്നു. രാജകുടുംബത്തോട് നിങ്ങൾക്കുള്ള സ്നേഹവും ആദരവും കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ്. യുവരാജൻ രുദ്രദേവന്റെ മംഗല്യം നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഗജസാഹിനി ജയസേന രാജന്റെ ദത്തുപുത്രിയായ കോമളാംബയുമായി മീനമാസത്തിൽ മംഗല്യം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചക്രവർത്തിയുടെ പിതൃവ്യപുത്രന്മാരായ ഹരിഹരമുരാരികൾ വേണം ഈ മംഗല്യം നടത്താൻ. യുവരാജന്റെ കല്യാണം നടത്തി കൊടുക്കുമ്പോഴെങ്കിലും ഇവർക്കൊരു പെണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു. യുവരാജൻ ഇത്ര നേരമായും എത്തിയില്ലേ? ഇവിടെ എത്തിയവരെ കുറിച്ച് ചിന്തിക്കാതെ വരാത്ത ആളിനെ കുറിച്ച് ഓർത്താണോ വിഷമിക്കുന്നത്? നിങ്ങളോടൊക്കെ എനിക്ക് എന്താ കാര്യം? ആട്ടെ, വരദക്ഷിണ നൽകുന്നതിന്റെ സ്വർണ്ണരേഖ തയ്യാറായോ? അത് 25,000 അശ്വങ്ങളും 10,000 ഗജങ്ങളും 100,000 ഗോക്കളുമേ ഉള്ളോ? ഗജസാഹിനി ജായപ്പ സേനാനി അവർകൾ വരന് നൽകുന്ന ദക്ഷിണ ഇത്രേ ഉള്ളൂ. രുദ്രദേവ യുവരാജൻ എഴുന്നള്ളുന്നു. വിവാഹ ചടങ്ങെന്ന് വെച്ചാൽ പഴങ്ങളും പലഹാരങ്ങളും കഴിക്കുന്ന ചടങ്ങാണെന്നാ ഈ കുട്ടി ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു അന്തപുരത്തിലേക്കുള്ള രഹസ്യമാർഗം. കൗമുദി ഉത്സവത്തിൽ വെച്ച് കണ്ട ആ മായാമോഹിനി തീർച്ചയായും രാജകുടുംബവുമായി ബന്ധമുള്ളവരായിരിക്കും. അമ്മാവാ, അമ്മാവാ, ഞാൻ കണ്ടെത്തി. എന്താണ്? അന്തപുരത്തിലേക്കുള്ള തുരങ്കമാർഗം എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. അതെയോ? പറയൂ നാഗദേവ, ആ തുരങ്കം എവിടെയാണ്? അമ്മാവാ, എന്തിനാ ഇത്ര തിടുക്കം? രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം നിങ്ങൾ എനിക്കറിയാമല്ലോ. കാര്യം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അടിച്ചു പുറത്താക്കില്ലേ?
ശരി, നീ പറഞ്ഞു തരണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അനുസരിക്കണം. തുരങ്കമാർഗത്തിലൂടെ അവിടെ എത്തി നിന്റെ സ്വപ്നസുന്ദരിയെ കണ്ടെത്തി ആഗ്രഹം തീരുവോളം നീ രമിക്കണം. എന്നിട്ട് കതിർ മണ്ഡപത്തിലേക്ക് വരുന്നതിന് മുൻപ് യുവരാജൻ രുദ്രദേവനെ വധിച്ചിരിക്കണം. വിവാഹത്തിന്റെ മേൽനോട്ടം ഞങ്ങൾക്കല്ലേ? മാത്രമല്ല, മണ്ഡപം മുഴുവൻ നമ്മുടെ ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അന്തപുരത്തിൽ നിന്റെ കൈകൊണ്ട് രുദ്രദേവനും, മണ്ഡപത്തിൽ ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഗണപതി ദേവനും സേവകരും രാജകുടുംബാംഗങ്ങളും വധിക്കപ്പെട്ടിരിക്കും. പിന്നീട് ഞാനാണ് ഈ കാകതീയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി, ഹരിഹരദേവൻ. രാജകുമാരി, ഇത്ര തിടുക്കമെന്താ? നേരത്തെ വന്ന തിടുക്കാണെന്ന് പറയും, വൈകി വന്നാലോ സ്ത്രീകൾക്ക് ചമഞ്ഞൊരുങ്ങാൻ ഒരു പകലും രാത്രി മതിയാവില്ലെന്ന് പറയും. സത്യം തന്നെ. അണിഞ്ഞൊരുങ്ങാൻ വൈകുന്നത് ഇപ്പോൾ രാജകുമാരിയല്ല, യുവരാജനാണ്. ഇത്ര നേരമായിട്ടും അദ്ദേഹം വന്നില്ലല്ലോ. പിന്നെ എന്റെ അത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ അടുത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഏത് യുവരാജനായാലും അണിഞ്ഞൊരുങ്ങലും വേഷവിധാനമൊക്കെ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. എന്റെ സംശയം സത്യം തന്നെ. ആ സുന്ദരി ഇവിടെയുണ്ട്. ആദ്യം യുവരാജന് നരകം, അത് കഴിഞ്ഞ് ഇവളുടെ കൂടെ എനിക്ക് സ്വർഗം. യുവരാജ, സ്ത്രീയായിരുന്നു നീ, എന്നിട്ട് കബളിപ്പിക്കുകയായിരുന്നല്ലേ? സ്ത്രീകൾക്ക് രാജ്യഭരണം പാടില്ലാത്തത് കൊണ്ട് ഇത്രയും നാൾ നാടകം കളിക്കുകയായിരുന്നല്ലേ? ഇപ്പൊ നിന്നെ വധിക്കുകയാണെങ്കിൽ ഈ കപട നാടകം ആരും അറിയാതെ പോകും. എന്നാൽ ഈ സത്യം പുറത്തറിയിക്കുകയാണെങ്കിൽ കാകതീയ സാമ്രാജ്യം മുഴുവൻ തകർന്ന് തരിപ്പണമായിക്കോളും. യുവരാജൻ രുദ്രദേവൻ മണിമാളികയിലില്ല. ചാലൂക്യ വീരഭദ്ര, അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചിരിക്കുന്നു. എല്ലായിടത്തും അന്വേഷിക്കാൻ ആളെ ഏർപ്പെടുന്നു. സൈനികരെ, പ്രസാദാദിത്യ സേനാ നായകനെ വിവരം അറിയിക്കുക.